ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പുതിയൊരു പാട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന പാട്ട്, നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പുതിയൊരു പാട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്ന പാട്ടിന്റെ എന്ത് കാണിക്കാം? ഔട്ട്ലൈൻ കാണിക്കുക. ആദ്യം ഇതൊന്ന് ലോഡ് ആവട്ടെ. അത് ലോഡ് ആയി കഴിഞ്ഞ് നമ്മൾ പാട്ടിന്റെ ഡിസൈൻ കാണിക്കും. ഓക്കെ, നമ്മൾ വന്നപ്പോഴേ സ്കെച്ച് സ്റ്റാർട്ട് ചെയ്തു, പ്ലെയിൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? നമ്മൾ ഡിസൈനിലോട്ട് നോക്കും. നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഇന്നത്തെ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിസൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിനകത്തൊരു റെക്ടാങ്കിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. റെക്ടാങ്കിളിന്റെ ഒപ്പം തന്നെ ഒരു കേർവും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. ഔട്ട്ലൈൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതിനൊരു റെക്ടാങ്കുലാർ ഷേപ്പ് ഉണ്ട്. അപ്പൊ നമുക്കിത് റെക്ടാങ്കിൾ വരച്ചിട്ടും ചെയ്യാം. പക്ഷെ ഇതിന്റെ തന്നിരിക്കുന്ന ഡയമെൻഷൻ വെച്ചിട്ട് നമ്മൾ ലൈൻ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ്. ഇത് റെക്ടാങ്കിൾ വെച്ച് ഇത് ലൈൻ വെച്ചുള്ള ഡയമെൻഷൻസ് നമുക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ലൈൻ വെച്ച് ഇപ്പൊ ബേസിൽ ലൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, റെക്ടാങ്കിൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, റെക്ടാങ്കിൾ വെച്ച് തന്നെ നമുക്കത് ചെയ്യാം. നമുക്ക് സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ എടുക്കാം. സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ എടുത്തിട്ട് ഇതിന്റെ ഡയമെൻഷൻ എത്രയാണ്? ഇതിന്റെ ഡയമെൻഷൻ 70 ആയിരുന്നു. ടാബ് കീ പ്രസ് ചെയ്തു. ഇതിന്റെ ഡയമെൻഷൻ എത്ര വരുന്നത്? ഇതിന്റെ ഡയമെൻഷൻ 60 ആണ് വരുന്നത്. എന്റർ കൊടുത്തു, എസ്കേപ്പ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ മണ്ടയ്ക്കത്തെ പോർഷനിൽ ഇങ്ങനത്തെ ഒരു ആർക്കാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന മണ്ടയ്ക്കത്തെ പോർഷനിൽ. അപ്പൊ നമുക്ക് ഈ മണ്ടയ്ക്കത്തെ ഈ സാധനം എന്ത് ചെയ്ത് ട്രിം ചെയ്ത് കളഞ്ഞാൽ, ചുമ്മാ ട്രിം ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡയമെൻഷൻ ആദ്യം നമ്മൾ റിമൂവ് ചെയ്യണം. ഡയമെൻഷൻ ഡിലീറ്റ് ചെയ്താലേ ട്രിം ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ട്രിമ്മിങ് പോസിബിൾ അല്ല. ഇതിന്റെ ഡയമെൻഷൻ കളയണം, ഇതിന്റെ ഡയമെൻഷൻ കളയണം. എന്നിട്ട് നമുക്കിനി ട്രിം ചെയ്യാം. ഓക്കെ, സംഭവം ട്രിം ആയി. ട്രിം ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആർക്ക് വരയ്ക്കാം. ഒരു ആർക്ക് വരയ്ക്കാൻ, സോറി, ഒരു ആർക്കിന്റെ നമ്മൾ ഡയമെൻഷൻ നോക്കിയില്ല. ആർക്കിന്റെ റേഡിയസ് എത്ര? ആർക്കിന്റെ റേഡിയസ് 35 ആണ്. 35 mm ആണ് ആർക്കിന്റെ റേഡിയസ്. അപ്പൊ 35 mm ഉള്ള ആർക്ക് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. 35 mm എത്രയാണ്? 35 mm. ഓക്കെ, 35 mm ഉള്ള ആർക്കായി. ഇവിടെ മാച്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഇങ്ങനെ കണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞ കോയിൻസിഡന്റ് കൺസ്ട്രെയിന്റ് ആണ്. ഇങ്ങനെ നമുക്ക് രണ്ട് പാർട്ടുകളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മുമ്പേ ഇങ്ങനെയാണ് ഇരുന്നത്, പക്ഷെ ഞാൻ ഈ കോയിൻസിഡന്റ് കൺസ്ട്രെയിൻ ഉപയോഗിച്ചപ്പോൾ ഇത് എന്തായി? ഇത് ജോയിൻ ആയി. ഇത് കോയിൻസിഡന്റ് കൺസ്ട്രെയിൻ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സ്കെച്ച് ഫിനിഷ് ആയി. ഈ സ്കെച്ചിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? എക്സ്ട്രൂഡ് ചെയ്യാം. ഇതിന്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? തിക്നെസ് മെൻഷൻഡ് അല്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ് കൊടുക്കാൻ 20 mm ഞാൻ കൊടുക്കാൻ പോവാണ്. 20 mm. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇവിടെ ഒരു ഹോള് തന്നിട്ടുണ്ട്. ആ ഹോള് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ഈ ഫേസ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്കെച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആക്യുറസിക്ക് വേണ്ടി ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ഇപ്പൊ കണ്ട, ഞാൻ ചെയ്ത കാര്യം കണ്ടായിരുന്നു. ഞാന് സർക്കിൾ സെലക്ട് ചെയ്തു. സെന്റർ പോയിന്റ് സർക്കിൾ ആണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് ഇവിടെ ഇപ്പൊ എനിക്കൊന്നും കാണത്തില്ല. ഞാൻ ഇവിടെ പോയത് ടച്ച് ചെയ്തു. ഇവിടെ കണ്ട, ഇതെന്തുവാ? ഇത്
ഈ ആർക്കിന്റെ സെന്റർ, ഈ ആർക്കിന്റെ സെന്റർ ഇത് ഇങ്ങനെ വന്നത് കണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് 20 ആയിരുന്നു ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് എനിക്ക് സൂട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല. ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോവാണ്, എന്റെ ഡയമെൻഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്റെ ഡയമെൻഷന് എനിക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല. എന്റെ ഡയമെൻഷൻ ഞാനൊന്ന് 30 ആക്കാൻ പോകും. ഇപ്പം കുഴപ്പമില്ല. ഇപ്പം ഇപ്പം കുഴപ്പമില്ല. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഒരു മതിയായി. അപ്പൊ നമ്മുടെ സ്കെച്ച് ഫിനിഷ് ആയി. ഇനി ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോവാണ്, ഇതിനെ എക്സ്ട്രൂഡർ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുണ്ടോ നമ്മുടെ ഒരു പാർട്ട്, ഫസ്റ്റ് പാർട്ട് ഫിനിഷ് ആയി. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇവിടെ നമുക്കൊരു റെക്ടാങ്കിൾ ഉണ്ട്. ആ റെക്ടാങ്കിൾ നമുക്ക് വരയ്ക്കാം. അപ്പൊ നമ്മൾ ഈ ഫേസ് സെലക്ട് ചെയ്തു, സ്കെച്ചിൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ എടുത്തു, എന്നിട്ട് ചുമ്മാ ഇങ്ങനത്തെ ഒരു റെക്ടാങ്കിൾ നമ്മൾ എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അല്ല, അതിന്റെ ഡയമെൻഷൻ, റെക്ടാങ്കിൾ ഡയമെൻഷൻ നോക്കാൻ വേണ്ടി 50-15 ആണ്. 50-15 ആണ് റെക്ടാങ്കിളിന്റെ ഡയമെൻഷൻ. സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ എടുത്തു, എന്നിട്ട് മണ്ടയ്ക്ക് 50, ടാബ് താഴെ 15, എന്റർ. ഓക്കെ. ഇനി നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ വേണ്ടി പറ്റും. ഇത് കുറച്ച് അടുത്തായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇത് ഈ സർക്കിളിനോട് കൂടി ഫിഗറിനകത്ത് ഇത്ര അടുത്ത് നിൽക്കുന്നില്ല. ഫിഗർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ബേസിൽ നിന്ന് 15 മില്ലിമീറ്റർ മുകളിലും ഇവിടെ നിന്ന് 10 മില്ലിമീറ്റർ സൈഡിലും. അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? അതിനു വേണ്ടി നമുക്ക് ഡയമെൻഷൻ ഉപയോഗിക്കും. ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് ഈ ഫേസ് സെലക്ട് ചെയ്യുന്നു, ഈ ബേസ് സെലക്ട് ചെയ്യുന്നു. ഇത് അപ്പൊ കണ്ടോ, ഈ ലെങ്ത് ആണ് ഈ ഡയമെൻഷനകത്ത് കാണിക്കുന്നത്. ഈ ലെങ്ത് എപ്പോഴും ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഓർക്കണം, കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യണം. ചിലപ്പം കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യാതെ തന്നെ നമുക്ക് ഡയമെൻഷൻ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്താ ഡിലീറ്റ് ചെയ്യാൻ പറ്റാതെ? ഡിലീറ്റ് കൺസ്ട്രെയിൻസ് ഡിലീറ്റ് ചെയ്തിട്ട് ഡയമെൻഷനിങ് പർപ്പസിന് പോകാവും. ഇത്രയാണ് 15 മില്ലിമീറ്റർ. അത് സാറില്ല, അത് നമുക്ക് ചെയ്യാം. ഇതായിരുന്നു ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് 15 വേണ്ടിയിരുന്നത്. ഓക്കെ. ഇത് എത്ര വന്നത്? ഇത് 100 തന്നു. 100 വേണ്ട, അത് നമുക്ക് 50 മതി. അതപ്പോ 50 സെറ്റ് ചെയ്തു. അത് 50 സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് 10. ഓക്കെ. അപ്പൊ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇവിടെ ഞാൻ കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്തിരുന്നല്ലോ. അപ്പൊ ഇതിനെ ഞാൻ 15 മില്ലിമീറ്റർ, ഒരു പ്രശ്നമുണ്ടല്ലോ, ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഇതിന്റെ ലെങ്ത്? ഇതിനു വേണ്ടി നമുക്ക് വീണ്ടും കൺസ്ട്രെയിൻസ് റിമൂവ് ചെയ്യേണ്ടത്. ആ കൺസ്ട്രെയിൻ ഞാൻ റിമൂവ് ചെയ്തു, ഈ കൺസ്ട്രെയിൻ ഞാൻ റിമൂവ് ചെയ്തു, ഇതിന്റെ ഡയമെൻഷൻ ഞാൻ എടുക്കും, ഇതിന്റെ ഡയമെൻഷൻ ഞാൻ എടുക്കുമ്പോൾ എനിക്കത് 15 കിട്ടുന്നത്. ഓക്കെ അടിച്ചു, 15 മില്ലിമീറ്റർ കിട്ടി. ഇവിടെ ഈ പ്രശ്നം വരാൻ കാരണം എന്താന്ന് വെച്ചാല്, നമ്മള് സെൻട്രൽ പോയിന്റ് ഉപയോഗിച്ച് ഈ സെൻട്രിൽ ഇതിനെ ഇച്ചിരി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സെന്ററിൽ കൊണ്ട് വെക്കണ്ടായിരുന്നു ഇതിനെ ഇച്ചിരി താഴോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരത്തില്ല. എന്തെങ്കിലും ആട്ടെ. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഡയമെൻഷൻ ചെയ്യാം. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അതിന്റെ ലെങ്ത് 50 മില്ലിമീറ്റർ ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്
ഓക്കെ. ഇവിടെ അപ്പൊ ഈ സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ അപ്പൊ നമ്മള് ഉം, ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് എന്താന്ന് വെച്ചാല് ഒരു കാര്യം ചെയ്യാം. ഈ സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ അങ്ങ് മാറ്റാം. കാരണം സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ പ്രശ്നമാണ്. സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ പ്രശ്നമാണ്. ഇവിടെ സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ ഉപയോഗിച്ചാൽ അത് പ്രശ്നമായി മാറാം സാധ്യതയുണ്ട്. കാരണം സെന്ററിൽ നിന്ന് നമ്മൾ അതിനെ എടുത്തു കഴിഞ്ഞാൽ അത് സെന്ററിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എന്താണ് പാടാണ്. അതൊരു പ്രശ്നമാണ്. അപ്പൊ ഞാൻ 2 പോയിന്റ് റെക്ടാങ്കിൾ തന്നെ ഉപയോഗിക്കാം. 2 പോയിന്റ് റെക്ടാങ്കിൾ ഉപയോഗിച്ചിട്ട് ഇവിടെ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ 50 കൊടുത്തു. ടാബ് പ്രസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്നോട് ഇതിനെ ഞാൻ 15 കൊടുത്തു. എൻട്രി ചെയ്തു. ഓക്കെ. അപ്പൊ സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ നമ്മൾ സെന്ററിൽ പണ്ടാലും ഫിക്സ് ആവും. ഓക്കെ. അത് എത്രയാണ്? ഇത് 15 എൻട്രി കൊടുത്തു. ഇത് എത്ര? ഇത് 10 കൊടുത്തു. ഓക്കെ. ഇപ്പൊ നമ്മുടെ സ്കെച്ച് കംപ്ലീറ്റ് ആയി. മുമ്പേ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഞാൻ സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ ആണ് എടുത്തത്. സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ സെന്ററിൽ ഫിക്സ് ആയാണ് ഇരിക്കുന്നത്. അങ്ങനെ സെന്റർ പോയിന്റ് റെക്ടാങ്കിൾ സെന്ററിൽ ഫിക്സ് ആയത് സെന്ററിൽ നിന്ന് മാറത്തില്ല. നമ്മൾ എത്ര ഡയമെൻഷൻ ചെയ്തെന്ന് പറഞ്ഞാലും അത് സെന്ററിൽ നിന്ന് മാറത്തില്ല. ഇപ്പൊ 2 പോയിന്റ് റെക്ടാങ്കിൾ എടുക്കുന്നത് നല്ലത്. നമ്മുടെ സ്കെച്ച് ഫിനിഷ് ആയി. സ്കെച്ച് ഫിനിഷ് ആയി. ഇനി ഇതിന് എക്സ്ട്രൂഡ് കട്ട് ചെയ്യാം. ചെയ്ത് കട്ട് ആയി. ഇവിടെ ഫിഗർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ ഫിഗർ ഇവിടെ ഫിനിഷ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.